കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കൊല്ലം പോളയത്തോടുള്ള ഈ നിജാദ് എന്ന് പറയുന്ന ഈ ജ്യൂസ് ഷോപ്പിൽ ഒരു പ്രശ്നമുണ്ടായി. അതായത് ഈ ലഹരി ഉപയോഗിച്ചെത്തിയ ചില യുവാക്കൾ ചേർന്നുകൊണ്ട് ഇവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പരാതിയായി വരുന്നത്. ഇവിടെ ഉണ്ടായിരുന്നത്, അതായത് ഇപ്പോൾ ഈ വച്ചേക്കുന്ന ഭരണി ഉൾപ്പെടെയുള്ള എല്ലാം തന്നെ പുതിയതാണ്. കഴിഞ്ഞ ദിവസം ഇതെല്ലാം അടിച്ചു പൊട്ടിച്ചു എന്നുള്ളതാണ് ഇവർ പറയുന്ന ഒരു പരാതി. ഈ കടയിലെ ചേട്ടനോട് തന്നെ ചോദിക്കാം, ചേട്ടാ എന്താ ഇന്നലെ സംഭവം എന്ന് പറയുന്നത് 7 മണി ടൈമിന് നല്ല മഴയായിരുന്നു. അപ്പം ജനങ്ങളൊക്കെ ഇങ്ങോട്ട് ഓടിക്കയറി മഴ നനയാൻ നിൽക്കും. അപ്പോൾ കടയിലൊരു കസ്റ്റമർ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ കാണുന്ന പറഞ്ഞാൽ അദ്ദേഹത്തിനെ എടുത്തിട്ട് ഇടിക്കുകയാണ്. ഇടിച്ചിട്ട് കടയിൽ കയറി പിച്ചാത്തി എടുത്ത് അദ്ദേഹത്തിനെ കുത്താൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ഭാര്യയും കൊച്ചുമോനും അകത്തുണ്ട്. അപ്പോൾ യമാൻ എൻ്റെ കടയിലോട്ട് ഇടിച്ച് കയറി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു. അപ്പോഴത്തെ അടുത്ത ജൗളി കടയിൽ ചെന്ന് കയറിയപ്പോഴത്തെ അവിടുത്തെ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുക. അങ്ങനെ അവർ ബാക്കിലത്തെ ഒരു വീട്ടിലോട്ട് ഒരു കാര്യമില്ലാതാണ്. ഒരു കാര്യമില്ല. അമാര് മയക്കുമരുന്നിന് അടിമ. അതായത് അമാർക്ക് തള്ളയാര് തന്തയാര് സഹോദരങ്ങളാരെന്നൊന്നും അമാർക്ക് അറിയത്തില്ല. പിന്നെ അമാര് ഞാൻ നോക്കിയാൽ കാണുന്ന എൻ്റെ പറഞ്ഞെല്ലാം അടിച്ച് പൊട്ടിച്ച് എൻ്റെ ഫ്രൂട്ട്സ് എല്ലാം മാറി റോഡിൽ എറിഞ്ഞ് പിന്നെ ഒരു കല്ലെടുത്ത് ഒരു വലിയ ഒരു കോൺക്രീറ്റ് കല്ലെടുത്ത് എൻ്റെ തലക്കടിക്കുക. എൻ്റെ തള്ളയ്ക്കും വിളിച്ചോണ്ട് തലക്കടിക്കാനായിട്ട് വരുമ്പോൾ ഞാൻ കല്ലിറാന്ന് പറഞ്ഞ് തലപ്പോൾ ഞങ്ങളെല്ലാം ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. 2 സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾ ഓടിക്കും, അമാർ കട എന്തോ ചെയ്ത് നശിപ്പിച്ചിട്ട് പോട്ടെന്ന് പറയും. നമ്മളെ ജീവനാ നമുക്ക് വലുത്, നമ്മളെ കുടുംബം പോറ്റാൻ വരുന്നവരാ. അങ്ങനെ ഞങ്ങളെല്ലാം ഓടി മാറിയപ്പോൾ എമാർ ഇവിടെ കിടന്ന് അടിഞ്ഞു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അതിനെക്കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ പാറക്കല്ലിനൊക്കെ അടി നമ്മളെ മണ്ടയ്ക്കൊക്കെ എടുത്ത് അടിച്ചു തന്നാൽ നമ്മളെ കുടുംബത്തിന് ആളില്ലാതായി പോകത്തില്ല. അതുപോലെ തന്നെ അത്തരത്തിൽ ഇവിടെ ഒരു ആക്രമണം, അതായത് ഇവിടെ ഇരുന്ന് പലരുമൊക്കെ ജ്യൂസൊക്കെ കഴിക്കാറുണ്ട്. അത്തരത്തിലിരിക്കുന്ന സമയത്ത് രക്ഷപ്പെട്ട ഒരു ചേട്ടൻ എന്തായിരുന്നു ആ സമയത്ത്, എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? നമ്മൾ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ മാനസിക രോഗികൾ എങ്ങനെയാണ് കത്തിയായിട്ട് കുത്താൻ വരുന്ന ആ ഒരു ഫീലിംഗ് ആയിരുന്നു. നമ്മളാ ജീവിതം എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് സത്യത്തിൽ അവന്മാർ പെട്ടെന്ന് വന്ന് കയറുകയും ഒരു മറ്റേ നമ്മളെ ഐസൊക്കെ അടിച്ചു പൊട്ടിക്കുന്ന ചെറിയ കമ്പിയുണ്ട്, അതുകൊണ്ട് തലയ്ക്ക് തന്നെ അടിച്ചു. അപ്പം ഞാൻ മൂലയ്ക്ക് ലോക്കായി. അപ്പോൾ ഈ കത്തി എടുത്ത് വെച്ച് ആ മൂലയ്ക്ക് തന്നെ ലോക്കാക്കിയിട്ട് അവന്മാർ കുത്താൻ നോക്കി 2 പ്രാവശ്യം. ഒന്നുമില്ല അവന്മാർക്ക്, എനിക്ക് അവൻ അറിയത്ത പോലും ഇല്ല. അവന്മാർക്ക് ഒരു കാര്യമില്ല. പക്ഷേ നമ്മൾ അപ്പോൾ ഇവന്മാർ ഉടൻ തന്നെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് മനസ്സിലായത് ഇവിടെ നിന്നൊക്കെ ഞാൻ ഉടൻ തന്നെ അങ്ങോട്ട് മാറി നിന്നിട്ട് നമുക്ക് അറിയാവുന്ന പിള്ളേരെ മൊത്തം വിളിച്ചപ്പോൾ എല്ലാവരും വന്നിട്ട് ഞാൻ SP-നെ ഒക്കെ വിളിച്ചു പറഞ്ഞു. അതിനുശേഷം CA അനിൽകുമാർ സാറിനെ വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് പോലീസ് വന്നില്ലായിരുന്നെങ്കിൽ ഇവന്മാരായി പോകുന്ന വഴിക്ക് തന്നെ അടുത്ത ആരെങ്കിലും കുറേ നാശനഷ്ടങ്ങൾ പലരും ഉണ്ടാക്കി. ഇവിടെ ഇവിടുത്തെ തണ്ണിമത്തനൊക്കെ എടുത്ത് റോഡിൽ കിടക്കുമായിരുന്നു. അത് മാത്രമല്ല ഈ കടയൊക്കെ അടിച്ചു പൊട്ടിച്ച് ഒരു ക്രിമിനൽ ഒരു പൊടി ചെറുക്കൻ്റെ സൈക്കിളൊക്കെ ചവിട്ടിയിടുക, കൊച്ചു പിള്ളേരെ വരെ മുഖം നോക്കുന്നില്ല, കൊച്ചു പിള്ളേരെ വരെ അടിക്കുക. സത്യത്തിൽ പരാതിയായിട്ട് വന്നു കഴിഞ്ഞാൽ റോഡിൽ പോകുന്ന ഒരാൾക്കാർ പരാതി വെച്ചാൽ എല്ലാവരും അടി കൊണ്ട് മിണ്ടാതെ പോയ ആൾക്കാരുണ്ട്, പേടിച്ചിട്ട് കത്തി ഉള്ളതുകൊണ്ട്. ഇവരൊക്കെ ഈ പരാതികൾ തന്നെയാണ് പറയുന്നത്. കാര്യം പലരെയും യാതൊരു പ്രകോപനവും കൂടാതെ വെറുതെ ആക്രമിച്ചു എന്നുള്ളതാണ് പരാതി. നമ്മുടെ ഇവിടുത്തെ വാർഡ് മെമ്പർ കൗൺസിലർ കൂടെ ചേരുകയാണ്. ഈ പലരും പറയുന്ന ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടെന്നാണ്. അല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, 1.5 വർഷത്തോളമായി ഈ വയലിത്തോപ്പ് കേന്ദ്രീകരിച്ചുള്ള ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം പുറത്തുനിന്ന് എത്തുന്നവരുമായി ഈ ഒഴിഞ്ഞ കാമ്പൗണ്ട് കേന്ദ്രീകരിച്ച് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. പലപ്പോഴും പോലീസുമായി നമ്മൾ ബന്ധപ്പെടുകയും അവിടെയെല്ലാം റെയ്ഡുകളും മറ്റേതൊക്കെ നടത്തി ക്രിയാത്മകമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഫലവത്തായിട്ടില്ല. ഇന്നലെ രാത്രി ഒരു 7 മണിയോടുകൂടി ഇദ്ദേഹത്തിൻ്റെ മകളാണ് എന്നെ വിളിക്കുന്നത്. ഞാനും എൻ്റെ പിതാവും എൻ്റെ ഭർത്താവും ആക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഞാൻ സ്റ്റേഷനിലോട്ട് വരികയും ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്ത അവിടെ അവരാക്രമിച്ചതിന് ശേഷമാണ് ഈ അക്രമികൾ ഈ കടകളിലെല്ലാം ഇന്നലെ ഈ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പം ഈ മയക്കുമരുന്നിനെതിരെ ഈ കേരളത്തിലാകെ ഈ ക്യാമ്പയിൻ നടക്കുന്ന ഈ സമയത്ത് ഇവർക്കെതിരെ ഗവൺമെൻറ് ശക്തമായ നടപടി സ്വീകരിച്ച് ഇതിന് മുൻകരുതൽ എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത്? സംഭവിച്ചത് എൻ്റെ മോള് മരുമോനും വീട്ടിലുണ്ട്. അടുത്ത വീട്ടിലെ കൊച്ചി ഇങ്ങോട്ട് വന്നപ്പോൾ ഇവനെന്ന് പറഞ്ഞാൽ ഒരു അടി കൊടുത്തു. അന്നേരം എൻ്റെ മരുമോൻ ചോദിച്ചത് എന്തിനാണ് അടിക്കുന്നതെന്ന്. ഈ ഒരു വാക്ക് ചോദിച്ചതിനാണ് വലിച്ചു വാരിയിട്ട് അടിച്ചത്. അത് കണ്ടുകൊണ്ട് ഞാൻ വണ്ടി കൊടുക്കാനായിട്ട് വീട്ടിൽ പോയതാണ്. ആ സമയത്ത് ഞാൻ ചെന്ന് എൻ്റെ മരുമോനെ പിടിച്ചായിരുന്നു എന്നെയും കറക്കിയെടുത്ത് അടിച്ചിട്ടാണ് അവന്മാർ ഇത്രയും. ആ വാർഡ് മൊത്തം MDM-ഉം കഞ്ചാവും മദ്യവുമാണ്. അതിന് വെളിയിലെ ആൾക്കാരെയാണ് ഇമാർ കൊണ്ടുവരുന്നത്. നമ്മൾ ആരെന്ത് പറഞ്ഞാലും കൂട്ടം ചേർന്നാണ് ഇമാർ ആക്രമണം. ഈ പറയുന്ന പോലെ ആളുകൾക്കും ഒരു പേടിയാണ്. കാരണം ലഹരിയുടെ അതിപ്രസരമാണ്. അത് കാരണമാണ് ഇത്തരത്തിൽ ആക്രമണങ്ങളൊക്കെ നടത്തുന്നത്. എന്തായാലും ഇപ്പോൾ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് 4 പേരെ കസ്റ്റഡിയിലെടുത്ത് ഒരാൾ ഈ ചികിത്സയിലുമുണ്ട്. കൈക്ക് മാരകമായി, അതായത് ഈ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുമ്പോൾ കൈക്ക് പരിക്കേറ്റതാണ്. എന്തായാലും ഈ ലഹരി സംഘത്തിനെതിരെയും ഈ അക്രമി സംഘത്തിനെതിരെയും ശക്തമായ നടപടി ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത്. കൊല്ലത്ത് നിന്ന് രതീഷ് മാടമ്പിശലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.